ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് വായിക്കുമ്പോൾ ഈ ചട്ടങ്ങളൊന്നും പാലിച്ചില്ലെങ്കിൽ അത് പാലിക്കാത്ത സർവകലാശാലകളുടെ അംഗീകാരം റദ്ദ് ചെയ്ത് കളയും, അവർക്ക് ഡിഗ്രി കോഴ്സുകൾ നടത്താനുള്ള അനുവാദം ഉണ്ടായിരിക്കില്ല തുടങ്ങിയ ഭീഷണികൾ കൂടെ ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനിലുണ്ട്. അതെ, ആ മുമ്പുള്ള റെഗുലേഷൻസിൽ UGCയുടെ സഹായം നിർത്തലാക്കാം, UGC കൊടുത്തിരിക്കുന്ന ഗ്രാൻഡുകൾ നിർത്തലാക്കാം. ഏതിന്? ഈ പ്രത്യേക ഏത് കാര്യത്തിലാണോ UGC ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ളത് ആ പ്രത്യേക കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ UGCയുടെ സഹായവും UGCയുടെ ഗ്രാൻഡും നിർത്തലാക്കാം എന്നതായിരുന്നു മുൻപത്തെ റെഗുലേഷൻ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് സംസ്ഥാന സർവകലാശാലകൾക്ക് UGCയുടേതായ യാതൊരു സഹായവും കിട്ടുന്നില്ല. വളരെ ചെറിയ പൈസ റിസർച്ച് ഗ്രാൻഡിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രമേ കിട്ടുന്നുള്ളൂ. മെയിൻ്റനൻസ് പ്ലാൻ ഗ്രാൻഡ് ആയിട്ടും നോൺ പ്ലാൻഡ് ഗ്രാൻഡ് ആയിട്ടും 99% നൽകുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. ഈ സംസ്ഥാന സർവകലാശാലകൾ നടന്നു പോകുന്നത്, പ്രവർത്തിച്ചു പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്നുമാണ്. UGCയുടെ സഹായം ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിട്ട് ഈ UGC റെഗുലേഷൻസ് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ അംഗീകാരം പിൻവലിക്കാം, ഇവർ നടത്തുന്ന കോഴ്സുകളുടെ അംഗീകാരം പിൻവലിക്കാം, അംഗീകൃതമായ യൂണിവേഴ്സിറ്റികളുടെ UGC ലിസ്റ്റിൽ നിന്നും പേര് പിൻവലിക്കാം എന്നൊക്കെ പറയുന്ന വളരെ കർക്കശമായിട്ടുള്ള ശിക്ഷാ നടപടികളുടെ ഭീഷണിയാണ് ഇതിൽ പിറകിൽ നിർത്തുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ UGC എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ എല്ലാം തീരുമാനിക്കുന്ന അവസാന വാക്കായിട്ട് മാറ്റുകയും അത് പൂർണ്ണമായി കേന്ദ്ര സർക്കാരിന്റെ അധീനത്തിൽ വരികയും ചെയ്യുന്നൊരവസ്ഥ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലാണ് എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ കേന്ദ്ര സർക്കാരിന്റെ മാത്രം പരിഗണനയിൽ വരുന്ന ഒരു വിഷയമല്ല. അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പരിഗണനയിൽ വരുന്ന വിഷയമായതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്കും അതിനകത്ത് കൃത്യമായി അവരുടെ നിലപാടെടുക്കുവാനും നിയമങ്ങൾ ഉണ്ടാക്കുവാനുമുള്ള അധികാരം ഭരണഘടന പ്രകാരം ലഭ്യമായിട്ടുണ്ട്. എന്നാൽ ആ ഭരണഘടന പ്രകാരമായിട്ടുള്ള അധികാരത്തെ തുരങ്കം വെച്ച് അല്ലെങ്കിൽ അതിനെ ഈ UGCയിലൂടെ ഇല്ലാതാക്കുകയും സംസ്ഥാന സർക്കാരുകളെ കേവലം നോക്കുകുത്തികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ജുഡീഷ്യറിയുടെ ജുഡീഷ്യൽ ആ വിധിയുടെ പിൻബലത്തിലാണ് ഇത് മുഴുവനും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് താഴെയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനങ്ങളിലും ഇത് വരുന്നു. ഒരർത്ഥത്തിൽ സർവകലാശാലകളെ മുകളിൽ നിന്നും താഴെ നിന്നും പൂർണ്ണമായി മാറ്റിയെടുക്കുന്ന അതേസമയം തന്നെ സ്വകാര്യ സർവകലാശാലകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പരിസരം നിർമ്മിക്കുകയാണ് ഇത് ചെയ്യുന്നത്.